അടുത്ത ഹെൽമിന്തിക് ഡിസീസാണ് എസ്കാരിയാസിസ് കഴിഞ്ഞുള്ള അടുത്തതാണ് ഫൈലേറിയാസിസ്. ഫൈലേറിയാസിസ് അഥവാ ഇതിൻ്റെ വേറൊരു പേരാണ് എലിഫൻറ്റിയാസിസ്. ഫൈലേറിയാസിസ് അഥവാ എലിഫൻറ്റിയാസിസ്, ഇതിനെ മലയാളത്തിൽ മന്ത് എന്ന് പറയുന്നു. ഫൈലേറിയാസിസ് അഥവാ എലിഫൻറ്റിയാസിസ്. ഇതിന് കോസറ്റീവായിട്ടുള്ള പാത്തജൻ, അതായത് ഏത് ഹെൽമിന്തസ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വുച്ചറേറിയ ഗ്രൂപ്പിലുള്ളതാണ്. ആ വുച്ചറേറിയയാണ് നമ്മൾ പറയുന്നത് ഫൈലേറിയൽ വേം. സോ ഫൈലേറിയൽ വേംസ് ആണ് ഫൈലേറിയാസിസ് അഥവാ എലിഫൻറ്റിയാസിസ് എന്ന് പറഞ്ഞ ഡിസീസ് മന്ത് ഉണ്ടാകുന്നത്. സോ ഫൈലേറിയൽ വേംസ് ആയ വുച്ചറേറിയ, ഈ വുച്ചറേറിയയുടെ 2 ടൈപ്പുകളുണ്ട്. വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുച്ചറേറിയ മെലൈ. വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുച്ചറേറിയ മെലൈ, ഈ 2 ടൈപ്പാണ് ഈ പറഞ്ഞ ഫൈലേറിയാസിസ് അഥവാ എലിഫൻറ്റിയാസിസ് ഉണ്ടാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവർ ഈ പറഞ്ഞ വുച്ചറേറിയയുടെ ബാങ്ക്രോഫ്റ്റി അല്ലെങ്കിൽ മെലൈ, ഈ പറഞ്ഞ കോസറ്റീവായിട്ടുള്ള ഹെൽമിന്തസ് എന്ത് ചെയ്യും, സ്ലോലി ഡെവലപ്പിംഗ് ക്രോണിക് ഇൻഫ്ലമേഷൻ. മനുഷ്യൻ്റെ ബോഡി ഇവർക്ക് 2 ഹോസ്റ്റാണുള്ളത്. ഒന്ന് മനുഷ്യൻ, പിന്നെ രണ്ടാമത്തതാണ് മോസ്കിറ്റോ, അത് ക്യൂലക്സ് കൊതുകുകളാണ് രണ്ടാമത്തെ ഹോസ്റ്റ്. സോ 2 ഹോസ്റ്റിലാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ സ്ലോലി അവരെന്ത് ചെയ്യുന്നു, ഡെവലപ്പിംഗ് ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ, വളരെ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഓർഗൻസുകളിൽ, ഈ പറഞ്ഞ ലിംഫ് ഗ്ലാൻഡുകളിൽ, ലിംഫ് നോഡുകളിലൊക്കെ ഈ പറഞ്ഞ നമ്മുടെ വുച്ചറേറിയയുടെ ഹെൽമിന്തസ് കയറിയിരുന്ന് അവർ വർഷങ്ങളോളം അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്രോണിക്കായിട്ട് ആ ഭാഗങ്ങൾ ഇൻഫ്ലമേഷൻ സ്വെല്ലിങ് പോലെ ആക്കുന്നു. സോ സ്ലോലിയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുക, പെട്ടെന്നല്ല. സോ സ്ലോലി ഡെവലപ്പിംഗ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓർഗൻസ്. ഏത് ഓർഗൻസൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ, ലിംഫ് ഗ്ലാൻഡ്, ലിംഫ് നോഡുകളിലൊക്കെയാണ്. സോ ഇവരുടെ ഈ ഫൈലേറിയ വേംസ്, അതിൻ്റെ ആ വേംസ് മൈക്രോഫൈലേറിയ എന്ന് പറയും. ഇനി ഇൻ വിച്ച് ദേ ലീവ് ഫോർ മെനി ഇയേഴ്സ്, വർഷങ്ങളോളം ഈ പറഞ്ഞ ലിംഫ് ഗ്ലാൻഡുകളിലും അതുപോലെ ലിംഫ് നോഡുകളിലൊക്കെ ഇരുന്ന് അവരുടെ പാസേജ് അവർ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ അവിടെ ഇൻഫ്ലമേഷൻ വരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ പാസേജ് തടസ്സപ്പെടുത്തുന്നു. സ്പെഷ്യലി നമ്മൾ പറയുന്നത് ലിംഫാറ്റിക് വെസൽസ് ഓഫ് ദ ലോവർ ലിംസ്, കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഭാഗം ലോവർ ലിംസുകളാണ്. ആ ലോവർ ലിംസിലെ ലിംഫാറ്റിക് വെസൽസിലും അല്ലെങ്കിൽ ലിംഫ് നോഡുകളിലാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ ചില സമയത്ത് ജെനിറ്റൽ ഓർഗൻസിലും ഇവർ എഫക്റ്റ് ചെയ്യാറുണ്ട്. ജെനിറ്റൽ ഓർഗൻസിൽ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അത് ഗ്രോസ് ഡീഫോർമിറ്റി ഉണ്ടാക്കും. അത് ഒരു മൊത്തത്തിൽ ഒരു വൈകല്യം ഉണ്ടാക്കും. ആ പെർട്ടിക്കുലർ പാർട്ട്, ഏതാ ജെനിറ്റൽ ഓർഗനെയാണോ, മെയിലാണോ ഫീമെയിൽ, അവിടെ എഫക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഓർഗൻ ഫങ്ഷണൽ അല്ലാതെ ആവും. അതാണ് ഉദ്ദേശിക്കുന്നത് ഗ്രോസ് ഡീഫോർമാറ്റീസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അത് വൈകല്യമുള്ളതായി ആ ഓർഗൻ ഫങ്ഷണൽ അല്ലാതെ മാറും. സോ ജെനിറ്റൽ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ അത് ഗ്രോസ് ഡീഫോർമിറ്റീസിന് വഴിതെളിക്കുക. സോ ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു കാരിയർ വഴിയാണ്, ത്രൂ ബൈറ്റ് ബൈ ഫീമെയിൽ മോസ്കിറ്റോ വെക്ടർ. സോ മോസ്കിറ്റോ വെക്ടറാണ് ഇവിടെ കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ മോസ്കിറ്റോ വെക്ടർ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മലേറിയ പഠിച്ച പോലെ ഇത് അങ്ങനെ പാസ് ചെയ്യണം. സോ ഇവിടുത്തെ മോസ്കിറ്റോ എന്ന് പറയുന്നത് ഫീമെയിൽ ക്യൂലക്സ് കൊതുകുകളാണ് ഈ പറഞ്ഞ ഫൈലേറിയാസിസ് അഥവാ എലിഫൻറ്റിയാസിസ് എന്ന് പറഞ്ഞ ഡിസീസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കാരണക്കാർ. സോ അതിൻ്റെ പാത്തജൻ എന്ന് പറയുന്നത് ഏതാണ്, ഹെൽമിന്ത്, വുച്ചറേറിയ, ഫൈലേറിയൽ വേംസുകളാണ്. വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുച്ചറേറിയ മെലൈ എന്ന് പറഞ്ഞ 2 ടൈപ്പുകളാണ്. അവർ നമ്മുടെ ലിംഫ് ഗ്ലാൻഡുകളും ലിംഫ് നോഡിലും നിന്ന് അവിടെ ഇൻഫ്ലമേഷൻ വന്ന്, ഒരുപക്ഷെ ജെനിറ്റൽ ഓർഗൻസും വരെ ആവാം, ലിംഫാറ്റിക് വെസൽസ് ലോവർ ലിംബിനെയാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യണേ. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ എലിഫൻറ്റിയാസിസ് എന്ന് പറഞ്ഞത്. ഏത് പാർട്ടിനെയാണോ എഫക്റ്റ് ചെയ്യണേ അത് ഒരുപാട് ഇൻഫ്ലമേഷന് അതിൻ്റെ വലിപ്പം ഒരുപാട് വർദ്ധിക്കുന്നു. സോ അതാണ് നമ്മൾ പറഞ്ഞ എലിഫൻറ്റിയാസിസ് എന്ന് പറഞ്ഞ ഈ ഡിസീസിന് വിളിക്കാൻ കാരണം. അതുപോലെ തന്നെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണത് ഫീമെയിൽ ക്യൂലക്സ് കൊതുകുകളാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞ എലിഫൻറ്റിയാസിസ് അഥവാ ഫൈലേറിയാസിസിൻ്റെ ഒരു പിക്ചറാണ്. അത് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ പടമാണ് കാണിച്ചേക്കണേ. സോ ഡയഗ്രാം ഷോയിങ് ഇൻഫ്ലമേഷൻ ആണ് കാണിച്ചേക്കണേ. നമ്മുടെ ലോവർ ലിംസ് നമ്മൾ പറഞ്ഞില്ലേ, എസ്പെഷ്യലി ലോവർ ലിംഫ് ഗ്ലാൻഡുകളിൽ ലിംഫ് നോഡിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ലോവർ ലിംബിൽ. സോ ഒരുപാട് വർഷങ്ങളോളം അതവിടെ സ്ലോലി ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ പാസേജ് അല്ലെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ലോവർ ലിംബിൽ ഇൻഫ്ലമേഷൻ ഒരുപാട് വലുതായിട്ട് കാണുന്നത്, സ്വെല്ലിംഗ് ആയിട്ട് വരുന്നു. സോ അതുകൊണ്ടാണ് ഇതൊരു വലിയൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു കാലിനേക്കാളും വലിയ വലിപ്പത്തിൽ കാണുന്നത്, ഒരു വലിയ ആനയുടെ ഷേപ്പ്, അങ്ങനെയാണ് ആ പേര് വന്നത്. ആനയുടെ ഒരു കാല് പോലത്തെ അത്രയും വലിപ്പത്തിലുള്ളതുകൊണ്ട് എലിഫൻറ്റിയാസിസ്. പിന്നെ നമ്മൾ പറഞ്ഞ ചില സമയത്ത് അതിൻ്റെ ജെനിറ്റൽ ഓർഗൻസും
എഫക്റ്റ് ചെയ്യാണെന്നുണ്ട്. സോ ജെനിറ്റൽ ഓർഗൻസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഗ്രോസ് ഡിഫോർമിറ്റീസ്. ഈ പറഞ്ഞ ജെനിറ്റൽ ഓർഗൻസ് ഫങ്ഷണൽ അല്ലാണ്ടാവും, മൊത്തത്തിൽ അതൊരു വൈകല്യമുള്ളതായിത്തീരുന്നു. സോ ഈ ലോവർ ലിംസിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ എലിഫൻറ്റിയാസിസ് എന്ന് പറയുന്നു. സോ ഇവിടുത്തെ ഇൻഫ്ലമേഷൻ വന്ന് ഇത്രയും വീർത്ത് വരുന്നു, അതുപോലെ അവിടുത്തെ പാസേജ് ഒക്കെ ബ്ലോക്ക് ആവുന്നു. ഇതാണ് നമ്മൾ പറയുന്ന എലിഫൻറ്റിയാസിസ്.